Radhakrishnan, consultant fertility specialist, Isha Fertility and Gynecology Center, and consultant gynecologist, Palakkad Cooperative Hospital. പോളിസിസ്റ്റിക് ഓവറിയെ കുറിച്ച് നമുക്ക് കൂടുതലായി സംസാരിക്കാം. പോളിസിസ്റ്റിക് ഓവറിയുടെ ലക്ഷണങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. പോളിസിസ്റ്റിക് ഓവറി എന്നുള്ളതിന്റെ എക്സ്പാൻഷൻ എന്താന്ന് പറഞ്ഞു. എങ്ങനെയാണ് പോളിസിസ്റ്റിക് ഓവറി ഉണ്ടാവുന്നത്? പോളിസിസ്റ്റിക് ഓവറി ജനിതകമായിട്ട് വരാം. രണ്ടാമത് ഇൻസുലിന്റെ അഭാവം ഓവറിയിൽ അനുഭവപ്പെടുക. ഇൻസുലിന്റെ അഭാവത്തിൽ എന്താ പറ്റുക? ഇൻസുലിന്റെ പ്രവർത്തനം കുറയുമ്പോൾ എന്താ പറ്റുക? സാധാരണ ആൾക്കാർക്ക് ഡയബറ്റീസ് വരുന്നത് ഇൻസുലിന്റെ പ്രവർത്തന ക്ഷമത കുറയുന്നത് കൊണ്ടോ അളവ് കുറയുന്നത് കൊണ്ടോ ആണ്. അതേ കാര്യം ഓവറിയിൽ അനുഭവപ്പെടുമ്പോഴാണ് പോളിസിസ്റ്റിക് ഓവറി വരുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോളിസിസ്റ്റിക് എന്ന് പറയുന്ന ഒരു മിസ്നോമർ ആണ്. അതായത് അണ്ടം ഉണ്ടാവുന്ന ചെറിയ കുമിളകളെയാണ് സിസ്റ്റ് എന്ന് പോലെ നമ്മൾ വിചാരിക്കുന്നത്. ഇത് എല്ലാവരുടെ അണ്ടാശയത്തിലും കാണും. അത് സിസ്റ്റ് പോലെ കാണും, കുഞ്ഞു കുഞ്ഞു അണ്ടങ്ങൾ. പക്ഷെ ഈ പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്ക് അണ്ടാശയത്തിന്റെ പുറമേയുള്ള ഭാഗത്ത് പെരിഫറലി അറേഞ്ച്ഡ് ഫോളിക്കിൾ, ക്വീൻസ് നെക്ലസ് പാറ്റേൺ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. മുത്തു പോലെ കുഞ്ഞു കുഞ്ഞു ഫോളിക്കിൾസ് കാണും. അതിനെയാണ് നമ്മൾ പോളിസിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ജനിതകമായ കാരണങ്ങൾ കൊണ്ടുവരാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഒരു കാര്യം പറയുന്നത്. ഇങ്ങനെ വരുന്നവർ, പ്രത്യേകിച്ചും ഒബീസിറ്റിയും കൂടെ ഉള്ളപ്പോൾ, ഇതിൽ ആണുങ്ങളുടെ ഹോർമോൺ, അതായത് മെയിൽ ഹോർമോൺസ്, ടെസ്റ്റോസ്റ്ററോൺ പോലുള്ള ഹോർമോൺസ് കൂടുന്നത് കൊണ്ട് ആണ് പോളിസിസ്റ്റിക് ഓവറിയുടെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ക്രമം തെറ്റി വരിക, ഒബീസിറ്റി, മെയിൽ പാറ്റേൺ ഓഫ് ഹെയർ ഗ്രോത്ത്, ഹെയർ തിന്നിങ്, കഴുത്തിൽ കറുപ്പ് നിറം തുടങ്ങി പല പല ലക്ഷണങ്ങളായിട്ട് ഇത് പ്രത്യക്ഷപ്പെടാവുന്നതാണ്. ഇനി കൂടുതലുള്ള കാര്യങ്ങളെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം.